സോ ഗുഡ് മോർണിംഗ് ഗൈസ്. സെക്കൻഡ് ഡേ ഇൻ പ്രാഗ്. ഇപ്പോൾ എഴുന്നേറ്റ് ഫ്രഷ് ആയതുള്ളൂ. ഇന്ന് വർക്കുണ്ട്, അപ്പോൾ അതിന് പോകണം. പറ്റുവാണെങ്കിൽ കുറച്ച് വർക്ക് റൂം, കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. അത്രേ ഉള്ളൂ. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ് ബിക്കോസ് വർക്കാണ് എൻഡ് ഓഫ് ദ ഡേ മോസ്റ്റ്ലി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഞാൻ വെറുതെ പറയുന്നതല്ല, സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ബിക്കോസ് ഇറ്റ് ഗീവ്സ് മീ എവറിത്തിങ്. നമ്മളൊരു 120% കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടേണ്ടതൊക്കെ തരും. ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുക, അതാണ് മെയിൻലി. ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുക, ലോയലായിട്ട് പണി ചെയ്യുക. നമ്മൾ ആർക്ക് വേണ്ടിയാണ് പണി ചെയ്യുന്നത് അവർക്ക് ലോയലായിട്ട് പണി ചെയ്യുക. മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഔട്ട്പുട്ട് അവർക്ക് കൊടുക്കുക. ഇഫ് യു ക്യാൻ ഡൂ ദാറ്റ് എൻഡ് ഓഫ് ദ ഡേ, അതിൽ കൂടുതലൊന്നുമില്ല. എവറി ഡേ ഈസ് എ ന്യൂ ഡേ, എവറി ഡേ ഈസ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി. ഐ എം സോ പംപ്ഡ്. ലെറ്റ്സ് സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ഗൈസ്, ഞാൻ പുറത്തിറങ്ങി വോക്കിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആകെ 4 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഹോട്ടലിലേക്ക്. സോ അവിടെ നിന്നാണ് നമ്മുടെ പരിപാടി മൊത്തം. കോൺഫറൻസും കാര്യങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് കമ്പനീൻ്റെ പേര് പോലും അറിയത്തില്ല, ഇവൻ കമ്പനിയാണ് എന്നെ കൊണ്ട്. സോ ടുഡേ ഐ വിൽ ഗെറ്റ് ടു നോ വാട്ട് ഓൾ ദ തിങ്സ്. ആൻഡ് ദിസ് പ്ലേസ് ഇസ് സോ ബ്യൂട്ടിഫുൾ ഗൈസ്. നോക്കിയേ എന്താണെന്ന് നോക്കിയത്. എവിടെ വേണം ഫ്രെയിം വെക്കാന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ എടുക്കുന്നത് ബിൽഡിങ്സിൻ്റെ ഫോട്ടോയാണ്. ഐ ലവ് ടു ടേക്ക് ബിൽഡിംഗ് ഫോട്ടോസ്. എന്താണെന്ന് അറിയത്തില്ല, മോസ്റ്റ്ലി ക്യാമറയിൽ എടുക്കാറില്ല. ഞാൻ മൊബൈലിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. S23 ആണ്. അപ്പോൾ ഇറ്റ്സ് പ്രിറ്റി ഗുഡ് ഫോർ ഫോട്ടോസ്. ബട്ട് വീഡിയോസിന് അത്ര കുഴപ്പമില്ല. ബട്ട് ഐ ഡോണ്ട് പ്രിഫർ. വീഡിയോസിനാണ് ഏറ്റവും നല്ലത് ഐഫോണാണ്. ബട്ട് ഐ ലൈക്ക് ടു ടേക്ക് മോർ ഫോട്ടോസ്. അതാണ് ഞാൻ പിന്നെ സാംസങ് എടുത്തത്. ആൻഡ് ഫോർ മീ ഐ നീഡ് എ ബിഗ്ഗർ സ്ക്രീൻ. ഓൾസോ ഐ ലവ് ആൻഡ്രോയിഡ്. അടിപൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്ലൈമറ്റാണ്. ആൻഡ് ഇന്നലെ രാത്രി മൊത്തം മഴയായിരുന്നു. അപ്പോൾ അത് കാരണം അടിപൊളിയാവാണ്ടിരിക്കില്ലല്ലോ. നോക്ക് ഗൈസ്, എന്താ സ്ഥലമല്ലേ, ഒരു രക്ഷയില്ല. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. എനിക്ക് കുറച്ച് നേരത്തെ എത്താനുണ്ട്. ബൈ ബൈ. സോ ഗൈസ്, വർക്ക് തുടങ്ങാൻ ഇനി ഒരു ½ ആൻ അവർ എടുക്കും. സോ ഐ തോട്ട് ഐ വിൽ കം ഔട്ട്. എൻ്റെ കൂടെ നമ്മുടെ ചെക്കനുണ്ട്. നമ്മുടെ ക്യാമറ 85 വിൽട്രോക്സ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ലെൻസ് ഉണ്ട്, പക്ഷേ ഐ തോട്ട് ടുഡേ ഐ വിൽ ടേക്ക് 85. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നൈസ് ഷോട്ട്സ് കിട്ടും. ഒരു യുണീക്ക് പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ സ്ട്രീറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഷോട്ട്സ് കിട്ടും. മോസ്റ്റ്ലി ആർക്കിടെക്ചർ ഫോട്ടോസ്, വൈഡല്ല, ക്ലോസ് ഷോട്ട്സ് ഭയങ്കര രസമായിരിക്കും കാണാൻ. സോ ഐ തോട്ട് വൈ നോട്ട്. നല്ല ഫ്രെയിംസ് ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കാമല്ലോ. ഒരു റണ്ണിങ് നടക്കുന്നുണ്ട് കേട്ടോ. ലേഡീസിൻ്റെ അഡ്ഡാ സ്പോൺസർ ചെയ്യുന്ന പ്രാഗ് വുമൺസ് മാരത്തോൺ 2025. ഇറ്റ്സ് ലുക്കിംഗ് നൈസ്. ഫ്രണ്ടിൽ പോയി നോക്കാം. ആൻഡ് ദർ ഈസ് എ ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ബിഹൈൻഡ് മീ ബൈ. I'm so happy I'm seeing all these things. ഒരു രക്ഷയില്ല കേട്ടോ കാണാൻ, ഒരു രക്ഷയില്ല കാണാൻ. എന്താ ആർക്കിടെക്ചർ ഗൈസ്. ഇങ്ങനെയൊക്കെ വേണം ഉണ്ടാക്കിയിടാൻ. യൂറോപ്പുകാർക്ക് പണ്ട് ബുദ്ധി ഉണ്ടായിരുന്നു, അത് കാരണം മരി പരിപാടിയൊക്കെ കാണിച്ചു വെച്ചേ. ഇറ്റ്സ് നൈസ്, പ്രിറ്റി ഗുഡ്. ഇതാണിപ്പോൾ പ്രാഗ് ഓൾഡ് ടൗൺ. ഇത് മൊത്തം കാണാൻ പറ്റില്ല കാരണം എനിക്കിപ്പോൾ തിരിച്ചു പോകണം. സോ ഐ ജസ്റ്റ് കെയിം ഔട്ട് ടു ഹാവ് എ ലുക്ക് ആൻഡ് ഇറ്റ്സ് ഗുഡ്. അവിടെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയി എന്താണെന്ന് നോക്കാം നമുക്ക്. കുറച്ച് അപ്പുറമായിട്ട്. ആൻഡ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ദിസ് പ്ലേസ് എന്തെന്നറിയാമോ, എവിടെയും കച്ചറയില്ല, അലമ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. സിറ്റീസ് ഭയങ്കര ക്ലീനാണ്. ആൻഡ് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഇന്ത്യൻസിനൊന്നും അധികം കാണാനില്ല കേട്ടോ. മോസ്റ്റ്ലി യൂറോപ്യൻസാണ്, അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സാണ്. നോട്ട് മച്ച് ഇന്ത്യൻസ്. അതൊരു ബാഡ് തിങ്ങോ ഗുഡ് തിങ്ങോ ആണെന്നല്ല ഞാൻ പറയണേ. ബട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അലമ്പാക്കുന്നവരുടെ കൂട്ടത്തിൽ വി ഹാവ് എ ഫെയർ ഷെയർ. കാർക്കിച്ച് തുപ്പുക, റോഡിൻ്റെ സൈഡിൽ മൂത്രമൊഴിക്കുക. സോ അങ്ങനെ വളരെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ ചെയ്യും. മോസ്റ്റ് പ്രോബ്ലി നമുക്ക് നമ്മുടെ നാട്ടിൽ
അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മോസ്റ്റ് ഓഫ് ദം ലീവ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് കാരണം അവർക്ക് ഒറ്റയടിക്ക് ഇത് മാറ്റാൻ പറ്റുന്നൊന്നും വരത്തില്ല. സോ ബേസിക് എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളതാണ് അതിന് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഹൗ ടു ആക്ട് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്രൗഡ് ആൻഡ് ഹൗ ടു ട്രാവൽ. ആൻഡ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരുപാട് കസ്റ്റംസും അതേപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഉണ്ട്. വി ഹാവ് ടു ഡൂ ദാറ്റ്. സോ ബാർബേറിയൻസ് അല്ല നമ്മളാരും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നും ഇതാക്കണ്ട. കാണുന്നവരെയൊക്കെ പിടിച്ച് തല്ലിക്കൊല്ലുമോ അല്ലെങ്കിൽ ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്ന ഭയങ്കര വൾഗറായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ബട്ട് വി ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി and there are customs and rules that we have to follow. So from the childhood itself നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇത് പഠിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. മോസ്റ്റ്ലി ഇനി വളർന്നു വരുന്ന തലമുറ വി ഹാവ് ആക്സസ് ടു ഈച്ച് ആൻഡ് എവറി കോർണർ ഓഫ് ദ വേൾഡ്. സോ ഇറ്റ്സ് ഈസി ഫോർ us ടു ലേൺ. ഇവിടെയൊക്കെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സോ മച്ച്. സോ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ആൻഡ് എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള. ഞാൻ മാപ്പ് പോലും നോക്കാറില്ല. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് നോക്കും. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ലുക്കിംഗ് അറ്റ് മാപ്സ് വെൻ ഐ ട്രാവൽ ത്രൂ അൺനോൺ പ്ലേസ്. ഐ നോ ഇറ്റ്സ് വിയേർഡ് ബട്ട് ഫോർ മീ എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ I like to explore without knowing what's there. And അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഇറ്റ്സ് വെരി ഇറ്റ്സ് വെരി സാറ്റിസ്ഫൈങ് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം മാപ്പിൻ്റെ ഒരു ഹെൽപ്പില്ലാതെ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ അടിപൊളിയാണ്. ആൻഡ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നറിയണ്ടേ? എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസം മുന്നേ, അതായത് എക്സാക്ട്ലി സെപ്റ്റംബർ 3 എൻ്റെ 31st ബർത്ത്ഡേ ആയിരുന്നു. ഐ നോ ഐ ഡോണ്ട് ലുക്ക് ദാറ്റ് മച്ച് ഓൾഡ് ബട്ട് യാ, എന്ത് ചെയ്യാം. അപ്പോൾ 31 വയസ്സ് എനിക്ക് തികഞ്ഞ എൻ്റെ അന്ന് എനിക്കൊരു ഉൾവിളി ഉണ്ടായി. സോ ഐ എം മേക്കിംഗ് കണ്ടൻറ്റ് ഫോർ സോ മെനി പീപ്പിൾ. പക്ഷേ ഐ ഓൾവേസ് വാണ്ട് ടു ഡു യൂട്യൂബ് ആൻഡ് ഡു വ്ളോഗ്സ്. ഐ വാസ് ഓൾവേസ് ഇൻ ടു ദാറ്റ് ആൻഡ് ഐ ലവ് ഡൂയിങ് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, I can be myself in front of the camera and I love to be in front of the camera and talk to the camera and talk to you guys. അത്രയും വലിയ ഫോളോയിങ് ഇല്ലെങ്കിൽ ഏകദേശം ഒരു 2000 ഫോളോവേഴ്സിനടുത്ത് നമുക്കുണ്ട്. സോ ആ 2000 പേർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞൊരു ഏകദേശം 1.5 വർഷമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് ഫോർ മൈസെൽഫ് ഐ ഡോണ്ട് ഡു മച്ച് ബിക്കോസ് ലൈക്ക് നമ്മൾ ജോബൊക്കെ നിർത്തി, അതേപോലെ തന്നെ സ്വന്തമായിട്ട് കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. The thing was like I didn't got much time to do all these things and I was like very concentrated on my work. 99% സമയത്തും ഞാൻ വർക്ക് തന്നെയായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വർക്ക് ചെയ്യുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ലൈക്ക് ഇൻ ദ സെയിം റുട്ടീൻ, ട്രാവലിംഗ് ഓൾ ഓവർ ദ പ്ലേസ്. കഴിഞ്ഞൊരു വർഷം കൊണ്ട് തന്നെ എൻ്റെ പാസ്പോർട്ട് മൊത്തം ഫുള്ളായി. ലൈക്ക് 32 pages are stamped. I know it seems not that much. For me it seems so much because like 23 countries ട്രാവൽ ചെയ്യുക, അതിനകത്ത് വേൾഡിലുള്ള ഏറ്റവും ബെസ്റ്റ് കൺട്രീസ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഞാൻ USA ട്രാവൽ ചെയ്തു, അതേപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സ്പെയിൻ, ഇറ്റലി ആൻഡ് സ്വിറ്റ്സർലാൻഡ്, യു നെയിം ഇറ്റ്, ഐ വെൻറ്റ് ദെയർ. ആക്ച്വലി പ്രാഗ് എൻ്റെ 23rd കൺട്രിയാണ്
ആൻഡ് ഇറ്റ് ഫീൽസ് ഗുഡ്. ഹാർഡ് വർക്ക് ആണ് മെയിനായിട്ട് എന്നെ ഇവിടെ എത്തിച്ചത്. ഹാർഡ് വർക്ക് ആൻഡ് കൺസിസ്റ്റൻസി. ആൻഡ് ഐ ലേൺ സോ മെനി ന്യൂ തിങ്സ് ഓൺ ദ ഗോ. പുതിയ കാര്യങ്ങൾ പഠിക്കുക, അത് എൻ്റെ വർക്കിൽ അപ്ലൈ ചെയ്യുക. ആൻഡ് ഐ ഗോട്ട് ഇൻസ്പയർഡ് ഫ്രം മെനി അതർ ക്രിയേറ്റേഴ്സ് ഹു ആർ ഡൂയിങ് ഫാർ ബെറ്റർ ദാൻ മീ. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 31 വയസ്സായപ്പോൾ എനിക്ക് തോന്നി ഫ്രം നൗ ഓൺവേർഡ്സ് ഐ ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ഇല്ലെങ്കിൽ എന്താ കാര്യമുള്ളത്? എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വേണ്ട ലൈഫിൽ. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഗൈസ് ഗോയിങ് ടു വാച്ച് ദിസ് വീഡിയോ, പക്ഷേ ഇറ്റ് ഫീൽസ് ഗുഡ് ടു ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. ആൻഡ് ഇതാണ് ശരിക്കും ഞാൻ ലൈക്ക് ക്ലയൻസിന് വേണ്ടി ചെയ്യുന്നുള്ളൂ, ഓർ സിനിമാറ്റിക് ഷോട്ട്സോ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ട്രാൻസിഷൻസും അതേപോലെ തന്നെ ഭയങ്കര ആൾക്കാരെ ഹുക്ക് ചെയ്യുന്ന കണ്ടൻറ്റും അതൊന്നും ചെയ്യാൻ എനിക്ക് അല്ല ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തിരിക്കുന്നത്. ടു ടോക്ക് ടു യു ഗൈസ് ആൻഡ് ടോക്ക് അബൌട്ട് മൈസെൽഫ് ആൻഡ് ജസ്റ്റ് എ ഡയറി. ഫോർ മീ ഇറ്റ്സ് ഓൾവേസ് ബീൻ എ ഡയറി. കാരണം ഒരു ബാരിയറും ഇല്ല, അതൊരു മാസ്കും ഇല്ല നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കാൻ. ഇറ്റ്സ് ഫീൽ സോ ഗുഡ്. ആൻഡ് കമ്പോസിഷൻസ് നോക്കാതെ, അതേപോലെ തന്നെ ട്രാൻസിഷൻസ് ശ്രദ്ധിക്കാതെ, ജസ്റ്റ് ക്യാമറ എടുക്കുക, പോയിൻ്റ് ആൻഡ് ഷൂട്ട് ടൈപ്പ് കണ്ടൻറ് ഉണ്ടാക്കുക, സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് വറീഡാവാതെ, ഒരുപാട് സ്ട്രെസ് ഇല്ലാതെ, ജസ്റ്റ് ബീയിങ് മൈസെൽഫ് ആൻഡ് ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. ആ ഒരു പാർട്ട് ഓഫ് മീ ഐ വോണ്ട് ടു ഡിസ്കവർ, ബിക്കോസ് അതെനിക്കൊരുപാട് ഹാപ്പിനെസ് തന്നിരുന്നു. ഞാൻ ഇത് തുടങ്ങുന്ന പോലെ, അതായത് സിനിമാറ്റോഗ്രഫിയൊക്കെ തുടങ്ങുന്ന പോലും യൂട്യൂബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് നൗ വെൻ ഐ ലുക്ക് ബാക്ക്, ലാസ്റ്റ് 1.5 years അല്ലെങ്കിൽ 2 years ഐ ഡിഡ്ന്റ് ഡു മച്ച്. അല്ലെങ്കിലും ഐ വാസ് നോട്ട് ദാറ്റ് കൺസിസ്റ്റൻറ്റ് ഇൻ ദിസ് പ്ലാറ്റ്ഫോം. പക്ഷേ സ്റ്റിൽ നൗ ഇപ്പോൾ ഐ ഫീൽ ലൈക്ക് ഐ want to document what I go through, my mental state, and how I look at things, how I travel, and the way I look at this world. And അങ്ങനെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, അതായത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് ഐ ക്യാൻ യൂസ് ദിസ് പ്ലാറ്റ്ഫോം. സോ ഗൈസ്, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാൻ റൂമിൽ വന്നു. ഇതെൻ്റെ സാധനങ്ങളെ കോപ്പി ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഫുൾ കോപ്പി ചെയ്യാനെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ആൻഡ് ഡേ 2 ഇൻ പ്രാഗ് ഈസ് ഓവർ ഫൈനലി. ഇറ്റ് വാസ് എ ലോങ് ഡേ. കുറേ വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു. വോക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ഫീൽഡിൽ, ഇപ്പോൾ കോർപ്പറേറ്റ് ഫീൽഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം വി ഹാവ് ടു ബി വെരി കോൺഷ്യസ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സെക്കൻഡിലായിരിക്കും നമുക്കൊരു ഷോട്ട് മിസ്സാവുന്നത്. അല്ലെങ്കിൽ ദ പീപ്പിൾ വിൽ ബി ഓൾവേസ് ലുക്കിംഗ് അറ്റ് യു. അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ആരെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടാവും. ദേ വിൽ ബി തിങ്കിങ് വൈ ദിസ് ഗായ് ഈസ് ഓൾവേസ് ഇൻ ഫോൺ. സോ അത് ഭയങ്കര ബാഡ് മാർക്കാണ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ വോണ്ട് യൂസ് ഫോൺ. ആൻഡ് ഐ ഡോണ്ട് take much personal time while I'm in shoot. I'll be engaged with people one or the other way. So that helps me in the long run, because like networking is very important when you are working in this field. I'm not talking about wedding and all, but generally in corporate, communication is very important. And how you network with people, how you present yourself, all these things matter. So ഞാൻ ഓരോ മൊബൈലോ അല്ലെങ്കിൽ ക്യാമറയൊന്നും എൻ്റെ പേഴ്സണൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഡിഡ്ന്റ് യൂസ് മച്ച്. ബട്ട് ഇറ്റ് വാസ് എ ലോങ് ഡേ. ടയേർഡാണ്. ഇപ്പോൾ കിടന്നാൽ ഞാൻ ഉറങ്ങിപ്പോവും. പക്ഷേ ഐ ഹാവ് ടു ഫിനിഷ് ഓഫ് സം വർക്ക്. അത് കഴിഞ്ഞിട്ടേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. സോ യു കാൺട്ട് സ്റ്റെപ്പ് ബാക്ക്. ഇനി ഒരു കാലം മുമ്പോട്ടെടുത്ത് വെച്ച് ഞാൻ പുറകോട്ട് വെക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. സോ വർക്ക് കഴിഞ്ഞിട്ട് നീ കിടന്നുറങ്ങണം. എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം കാണാം. ഐ ഡോണ്ട് നോ നാളെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇഫ് ഐ ക്യാൻ ഐ വിൽ, ഓർ എൽസ് ലെറ്റ് ഇറ്റ് ബി. ബട്ട് I started enjoy doing this again.
I wish I'll get time to edit this and post this in the next 2-3 days. Let's see how it roll out. By the way, thank you for hearing me, and I'll come back soon with another video. Good night.